ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി അധിക ദിവസമൊന്നും സത്യഭാമയുടെ ഈ വീട്ടിൽ എല്ലാവർക്കും ഒന്നിച്ച് കഴിയാൻ സാധിക്കില്ല. ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനും കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് സത്യഭാമ ഇപ്പോൾ എല്ലാവരെയും വിളിച്ചു വരുത്തി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്. കൂടെ പൊന്നിയെയും പിള്ളച്ചേട്ടനെയും ഒക്കെ ടേബിളിന്റെ ആ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ഇരുത്തി എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭാമ തന്നെയാണ് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത്. എന്നാൽ അവരുടെ മുന്നിൽ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ പൊന്നിക്കും പിള്ളച്ചേട്ടനും വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ ഭാമ പറഞ്ഞതിന്റെ പേരിൽ അവിടെ ഇരിക്കുന്നു എന്ന് മാത്രം. ഭാമ തന്നെ എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട്. ഭാമ ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ഈ സമയത്താണ് സ്കൂട്ടറിൽ വിഷ്ണു അവിടേക്ക് വരുന്നത്. വിഷ്ണു വന്നപാടെ പൊന്നി എണീക്കുമ്പോൾ നീ എങ്ങോട്ടാ എണീക്കുന്നത്, അവിടെ ഇരിക്കേ എന്ന് ഭാമ പറയുന്നുണ്ട്. അങ്ങനെ പൊന്നി വീണ്ടും അവിടേക്ക് ഇരിക്കുന്നുണ്ട്. വിഷ്ണുവിനോടും അവിടെ ഇരിക്കാൻ പറയുന്നു. എനിക്ക് വേണ്ടമ്മേ, വിശപ്പില്ല എന്ന് വിഷ്ണു പറയുമ്പോൾ ഭാമ പറയുന്നു, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം എല്ലാവരും കഴിച്ചേ പറ്റൂ. ഭാമ ഇന്ന് അടുക്കളയിൽ പൊന്നിയെ പോലും കയറ്റിയിട്ടില്ല. കണ്ടില്ലേ, എല്ലാവരെയും കയറ്റി ഇരുത്തിയിരിക്കുവാണ്. ഈ വീട്ടിൽ നിന്ന് എപ്പോൾ ഇറങ്ങണമെന്ന് അറിയാത്തത് കൊണ്ട് അവൾ ഒരു ഉത്തമ കുടുംബിനിയായി ജീവിക്കുകയാണ് എന്നൊക്കെ രാഘവൻ പറയുന്നു. വിഷ്ണുവിനോട് ഭാമ ഇരിക്കാൻ പറയുന്നുണ്ട്. വിഷ്ണു ഇങ്ങനെ നോക്കി വിഷമത്തോടെ നിൽക്കുന്നു. അങ്ങനെ വിഷ്ണുവും അവിടെ ഇരിക്കുന്നു. വിശപ്പുണ്ടെങ്കിലും ഇല്ലെങ്കിലും രണ്ടു പറ്റി നീ കഴിച്ചേ പറ്റൂ. എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് സാധിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെയുള്ള എല്ലാവർക്കും കൂടി കഴിക്കാമെന്ന് പറഞ്ഞത്. ഒരുപാട് പേർക്ക് അന്നം കൊടുത്തിട്ടുള്ള വീടാണിത് എന്നൊക്കെ ഭാമ വിഷമം ഉള്ളിലൊതുക്കി ഇങ്ങനെ പറയുന്നുണ്ട്. ഇരിക്കേട്ട് സങ്കടത്തോടെ വിഷ്ണുവും രാഘവനും പൊന്നിയും പിള്ളച്ചേട്ടനും ഒക്കെ ഭാമ ഇങ്ങനെ വിഷമത്തോടെ തന്നെ നോക്കുന്നുണ്ട്. ഒരു കാലത്ത് ഉച്ചഭക്ഷണത്തിന് ഇവിടെ ആരെങ്കിലുമൊക്കെ തേടി വരികയും ചെയ്യുമായിരുന്നു. ഒരു കാലത്ത് സത്യഭാമയുടെ അരികിൽ ഉച്ചഭക്ഷണത്തിന് ചെന്നാൽ കിട്ടുമായിരുന്നു എന്ന് ഒരു സംസാരവും ഉണ്ടായിരുന്നു. അത്താഴ പശ്നിക്കാരുണ്ടോ എന്ന് ചോദിച്ചാണ് രാത്രി വാതിൽ പോലും അടച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ എന്നും ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഒന്നോ രണ്ടോ പേർക്ക് കൂടുതൽ ഉണ്ടാക്കുമായിരുന്നു. ഭക്ഷണം കൂടുതൽ ഉണ്ടാക്കി കളയുന്നു എന്ന് പറഞ്ഞ് രാഘവേട്ടൻ എന്നെ വഴക്ക് പറയുമായിരുന്നു. അങ്ങനെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഭാമ പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനി കൊടുക്കാൻ ആരുമില്ല, കൊടുത്തിരുന്ന വീടുമില്ല എന്നൊക്കെ സങ്കടത്തോടെ ഭാമ പറഞ്ഞു. ഇതെന്താ ആരും ഒന്നും കഴിക്കാത്തത്, ഞാനിതിൽ വിഷമൊന്നും കലർത്തിയിട്ടില്ല, അതുകൊണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് കഴിക്കാം. ഇനി ഞാനും കൂടി ഒപ്പം ഇരുന്ന് കഴിക്കണോ എങ്കിൽ ഞാനും ഇരിക്കാം. അങ്ങനെ ഭാമയും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ നിറങ്ങുന്നതിൽ സങ്കടം ഇല്ല എന്ന് പറയാൻ കഴിയില്ല, നല്ല സങ്കടമുണ്ട്. പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഇങ്ങനെയെങ്കിലും ചെയ്തു തീർക്കാം. പക്ഷേ ഞാൻ കരയില്ല. അങ്ങനെ സത്യാമ്മ ആരും കരയിക്കാൻ നോക്കണ്ട, ജീവിക്കും, അല്ലാതെ മരിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞ് കണ്ണീര് തുടച്ചുകൊണ്ട് തന്നെ ഭാമ ഭക്ഷണം കഴിക്കുന്നു. ഭാമേ, നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ചതെല്ലാം നേടിയിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ്. ഇനി കുറച്ചു കാലം ഇതൊന്നുമില്ലാതെ സാധാരണക്കാരിയായി ജീവിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെ ജീവിച്ചല്ലേ പറ്റും എന്നൊക്കെ ഇങ്ങനെ രാഘവൻ സമാധാനപ്പെടുത്തുകയാണ് ഭാമയോട് പറഞ്ഞിട്ട്. രാഘവൻ പറയുന്നുണ്ട് എല്ലാവരോടും കഴിക്കാനായിട്ട്. പിന്നീട് രോഹിത്തിനെ കാണിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ വല്ലാണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു. സുസ്മിത അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ബെസ്റ്റ് അതും തീർത്തോ? രോഹിത്തിനെ ഇങ്ങനെയാണ് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അടുത്ത അമാവാസി വരെയൊന്നും നീ കാണില്ല. കറുത്തവാവിന് വീട്ടുകാർ ആരെങ്കിലും നിനക്ക് വേണ്ടി ബലിയിടേണ്ടി വരും. രോഹിത് പറയുന്നു, ആര് ബലിയിടാൻ? സ്വന്തം എന്ന് പറയാൻ ആരുമില്ലാത്തവന് ആര് ബലിയിടാനാ? ഞാൻ ഒന്ന് മരിച്ചാൽ വിളിച്ച് നിലവിളിച്ച് കരയാൻ പോലും ആരും ഇല്ല ഈ ലോകത്ത്. അങ്ങനെയൊരു ലോകത്ത് ജീവിക്കുന്നത് തന്നെ വേസ്റ്റാണ്. രോഹിത്തെ, നിനക്ക് ആരുമില്ലെന്ന് നീ അങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ? ആളും അർത്ഥമുണ്ടെന്ന് നീ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇനിയും നിന്റെ ജീവിതത്തിലേക്ക് ആള് വരും. നിന്നെ സ്നേഹിക്കുന്ന, നിന്റെ ജീവിതത്തിൽ താങ്ങും തണലുമാകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല പെൺകുട്ടികൾ. അവരെയും കിട്ടി അന്തസ്സായിട്ട് ശ്യാമിക്ക് മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അതല്ലാതെ മനസ്സ് തകർന്ന് കുറച്ച് കള്ളം വലിച്ചു കയറ്റി ജീവിതം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ സംഭവിക്കും. കാക്കയ്ക്ക് ചോറ് വെക്കാനേ ആരും കാണില്ല. എന്താ, മറ്റൊരു പെൺകുട്ടിയെ ശ്യാമയുടെ സ്ഥാനത്ത് നോക്കിയാലോ എന്ന് സുസ്മിത പറയുന്നു. അപ്പോൾ എൻ്റെ മോളോ? എനിക്കെൻ്റെ മോളെ പിരിയാനൊന്നും കഴിയില്ല. എൻ്റെ ചോരയല്ലായിരിക്കാം, പക്ഷെ എന്നെ ആദ്യമായിട്ട് അച്ഛാന്ന് വിളിച്ചത് അവളാണ്. എനിക്കെൻ്റെ മോളെ അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റില്ല. എനിക്കവളെ വേണം എന്നൊക്കെ രോഹിത് പറയുന്നു. രോഹിത്തെ, നീ നന്നാവില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇനി ആ കൊച്ചിനെ അവർ വിട്ടുതരുമോ? വിഷ്ണുവിൻ്റെ മകളാണെന്ന് വിഷ്ണു മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇങ്ങനൊരു ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനെ അവർ അംഗീകരിക്കുമോ? പാപ്പ ഈ രഹസ്യം അറിയാത്തത് കൊണ്ട് കൊള്ളാം. ഇല്ല, എൻ്റെ മോളെ എന്നെ ഒരിക്കലും തള്ളി പറയില്ല. എൻ്റെ മോള് എനിക്ക് ജീവനാണ്, എനിക്ക് അവളെ വേണം എന്ന് രോഹിത് വീണ്ടും പറയുന്നു. എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എനിക്കിപ്പോൾ എൻ്റെ മോളെ കാണണമെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയായിരുന്നു രോഹിത്. ആ സമയം സുസ്മിത രോഹിത്തിനെ തടയുന്നു. അങ്ങോട്ട് മാറ്, അതിന് നിന്നെ അവിടെ ആരെങ്കിലും കേറ്റുമോ? കേട്ടില്ലെങ്കിൽ വേണ്ട, എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണാമല്ലോ, അതിനാരുടെയും സമ്മതമൊന്നും വേണ്ടല്ലോ എന്ന് പറഞ്ഞ് രോഹിത് പോകാൻ തുടങ്ങുന്നു. നിക്ക്, നമ്മൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ വാക്കാലെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിന്നെ മുന്നിൽ കണ്ടുകൊണ്ടാ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് നീ ആയിട്ട് തടസ്സപ്പെടുത്തരുത് എന്നൊക്കെ സുസ്മിത പറയുന്നു.
ആ സമയം സുസ്മിതയും ഉപേന്ദ്രനും അവിടേക്ക് വരുന്നു. ചന്ദ്രബോസും ഉപേന്ദ്രനും അവിടേക്ക് വരുന്നുണ്ട്. രോഹിത് പോകാൻ തുടങ്ങുമ്പോൾ ചന്ദ്രബോസ് രോഹിത്തിനെ ഒരൊറ്റ തള്ള്. എന്നെ തടയരുത്, ഞാൻ പോകും എന്ന് പറഞ്ഞാൽ പോകും. എങ്ങോട്ടാടാ? നീ ഒരിടത്തേക്കും പോകില്ല, ഇവിടെ തന്നെ നീ നിൽക്കും എന്ന് ചന്ദ്രബോസ് പറയുന്നു. എന്നെ തടയരുത് എന്ന് രോഹിത് പറയുമ്പോൾ നിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ചന്ദ്രബോസ് പറയുന്നു. ആ രക്ഷ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുകയായിരുന്നു രോഹിത്. അപ്പോൾ ഉപേന്ദ്രൻ രോഹിത്തിന്റെ കഴുത്തിനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, വേണ്ടാന്നോ? ഞങ്ങളുടെ രക്ഷ നിനക്കിപ്പോ വേണ്ടെന്നോ? ഇത്രയൊക്കെ നിനക്ക് വേണ്ടി ചെയ്തത് ഞങ്ങളാണെങ്കിൽ നിന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയും ചെയ്യാൻ ഞങ്ങൾക്കറിയാം, ചെയ്യുകയും ചെയ്യും. തടയാൻ വന്നാൽ ഞങ്ങളുടെ മറ്റൊരു മുഖമായിരിക്കും നീ കാണുന്നത്, മനസ്സിലായോ? എന്നൊക്കെ ഉപേന്ദ്രൻ പറയുന്നു. എടാ രോഹിത്തെ, നിനക്ക് വേണ്ടിയിട്ടാ ഞങ്ങൾ ഈ പെടാപ്പാട് മുഴുവനും പെടുന്നത്. അനാഥനാണെന്ന് നീ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണ് നിന്നെ സഹായിക്കാൻ തയ്യാറാവുന്നത്. എടാ, ഞങ്ങൾ പറയുന്നത് കേട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറായാൽ സത്യഭാമയുടെ വീടുണ്ടല്ലോ നിനക്കായിട്ട് തരും, അതിന്റെ താക്കോല് നിന്റെ കയ്യിൽ വെച്ച് തരും എന്നൊക്കെ ചന്ദ്രബോസ് പറയുന്നു. അതെ രോഹിത്തെ, ഇത്രയും കാലം സത്യഭാമ മഹാറാണിയെ പോലെ ഭരിച്ചിരുന്ന ആ ഒരു വീട്ടിൽ ഇനി മുതൽ ഒരു രാജാവ് വരാൻ പോകുന്നു. രാഘവൻ നായരിരുന്ന കസേരയിൽ പുതിയ രാജാവിരിക്കും. ആ രാജാവ് വേറെ ആരുമല്ല, നീയാണ് നീ എന്നൊക്കെ സുസ്മിത രോഹിത്തിനോട് പറയുന്നുണ്ട്. പക്ഷേ പ്ലാനുകൾ വിജയിക്കണമെങ്കിൽ ശാലിനിയെ ഒന്ന് അടക്കി നിർത്തണം, അതുവരെ നീ ഇവിടെ തന്നെ കാണണം എന്ന് സുസ്മിത പറയുമ്പോൾ ഒന്നും മിണ്ടാതെ അപ്പുറത്തേക്ക് പോവുകയാണ് രോഹിത്. അവനെ നമുക്ക് ഒതുക്കി നിർത്താൻ കഴിയും, പക്ഷേ ശാലിനി, അവളാണ് പ്രശ്നം എന്ന് സുസ്മിത പറയുമ്പോൾ ഉപേന്ദ്രൻ പറയുന്നുണ്ട്, വിഷ്ണുവിനെ തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ അവൾ ഒതുങ്ങുമോ എന്ന്. തീയിൽ കുറുത്തതാണ് അവളും അവനും, അതിലൊന്നും അവര് വീടില്ല. ഒന്നുകിൽ സസ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ചു കാലം ജില്ലാ കളക്ടറുടെ കസേരയിൽ അവൾ ഇരിക്കരുത് എന്ന് സുസ്മിത പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട്, അത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. ചിറ്റപ്പൻ വിചാരിച്ചാൽ നടക്കും പക്ഷേ എന്ന് സുസ്മിത പറയുമ്പോൾ ബോസ് പറയുന്നുണ്ട്, എങ്കിൽ വഴിയുണ്ട്, പക്ഷെ ഒരു വളഞ്ഞ വഴിയാണ്. വളഞ്ഞതായാലും ചെരിഞ്ഞതായാലും അവൾ ഒടിയണമെന്ന് എന്നേക്കുമായി ഒടിഞ്ഞുകുത്തി വീഴണമെന്ന് ഉപേന്ദ്രൻ. പാളരുത്, പാളിയാൽ പണി പാളും, അത്രയ്ക്ക് തന്ത്രപരമായി വേണം കാര്യങ്ങൾ നീക്കാൻ എന്ന് സുസ്മിത. ഇത് പോലീസ് ബുദ്ധിയാണ്, ഇത് പാളില്ലെന്ന് ശാലി വീണിരിക്കും, അതിന് ചിറ്റപ്പന്റെ ബുദ്ധി തന്നെയാണ് കാരണമെന്നും കണക്ക് കൂട്ടി തീർപ്പ് കൽപ്പിച്ചോ. കളക്ടർക്കുള്ള പണി അണിയറയിൽ ഒരുങ്ങിക്കഴിഞ്ഞു, ഇനി അവളെ ഭൂമിയിൽ വേണ്ട എന്നൊക്കെ ബോസ് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശാലിയെ. പിറ്റേ ദിവസം ആയിരിക്കുകയാണ്. ശാലിയാണെങ്കിൽ പോകാൻ റെഡിയാവുന്നു. സത്യയാണെങ്കിൽ അവിടെ ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ സത്യത്, ഇത് ഇന്നലെ തീർത്ത് വെച്ചുകൂടായിരുന്നോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നു. അമ്മയ്ക്ക് നിന്നെ സ്കൂളിൽ വിട്ടിട്ടല്ലേ ഓഫീസിലേക്ക് പോകാൻ പറ്റൂ, നീ എന്താ അതൊന്നും മനസ്സിലാക്കാത്തത് എന്നൊക്കെ ശാലിനി ചോദിക്കുന്നു. അമ്മയെ പോലെ എനിക്ക് ഒരു നല്ല ജോലി വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊക്കെ ഇങ്ങനെ സത്യ പറയുന്നുണ്ട്. അമ്മയോട് പറയുകയാണ്, ഇന്ന് ക്ഷേത്രത്തിലേക്ക് പോയി വിഷ്ണുവേട്ടന് വേണ്ടി ഒരു വഴിപാട് കഴിപ്പിക്കണമെന്ന്. എന്റെ പ്രത്യേകത എന്താണെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇന്ന് മുതലാണ് വിഷ്ണുവേട്ടൻ പുതിയ ജോലിക്ക് കയറുന്നത്. ആദ്യ ദിവസമല്ലേ. എനിക്കാണെങ്കിൽ വിഷ്ണുവേട്ടൻ ഈ ജോലിക്ക് പോകുന്നതിൽ ഒരു താല്പര്യമില്ല, അത്രമാത്രം റിസ്ക്കുള്ള പണിയാണ്. അങ്ങനെ സത്യമായി ശാലിനി പോവുകയാണ്. പോകാൻ നേരം വീണ്ടും ആ വഴിപാടിന്റെ കാര്യം ശാരദാമ്മയെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത്. വിഷ്ണുവിനെ അദ്ദേഹം ലോറി ഏൽപ്പിക്കുന്നുണ്ട്. ലോറിയെല്ലാം എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ്, ഞാൻ എൻ്റെ മകനെ നിന്നെ ഏൽപ്പിക്കുകയാണ്, കാത്തു സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് ആ താക്കോല് വിഷ്ണുവിൻ്റെ കൈകളിലേക്ക് കൊടുക്കുന്നുണ്ട്. വിഷ്ണു വളരെ ബഹുമാനപൂർവ്വം ആ താക്കോല് വാങ്ങിച്ചു. എൻ്റെ സ്വന്തം പോലെ നോക്കിക്കോളാം എന്ന് വിഷ്ണു പറയുന്നുണ്ട്. അരികിൽ കമലനുമുണ്ട്. പല സ്ഥലങ്ങളിൽ നിന്ന് പലതും എടുക്കേണ്ടി വരും, ചില സ്ഥലങ്ങളിൽ നിന്ന് വീട്ടു സാധനങ്ങൾ വരെ എടുക്കേണ്ടി വരും. ഇന്നിപ്പോൾ വെട്ടിയിട്ട തടി എടുക്കേണ്ട പണിയാണ്, അതെടുത്ത് കഴിയുമ്പോൾ ഞാൻ വിളിക്കാം. വരുന്ന ഓരോ പണിക്കനുസരിച്ച് ഓടേണ്ടി വരും, ഓട്ടത്തിനനുസരിച്ചുള്ള കൂലി ശമ്പളത്തിൽ അപ്പോ കൂടെയും വെച്ചേയും എന്ന് അദ്ദേഹം പറയുമ്പോൾ വിഷ്ണു പറയുന്നു, ഞാൻ നന്നായി ഓടും, അതിനിക്കയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി, പോവാമെന്ന് കമലിനോട് ചോദിക്കുന്നു. കമലൻ തന്നെ ആദ്യം അതിൽ കയറിയിരിക്കുന്നുണ്ട്. വിഷ്ണു വളരെ സന്തോഷത്തോടെ തന്നെ ലോറിയിൽ കയറി. വിഷ്ണു വണ്ടി എടുക്കാൻ തുടങ്ങുമ്പോൾ അവിടേക്ക് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, കൂലിക്കാർ തന്നെ. ഇവർ വണ്ടി എടുക്കാൻ വരട്ടെ എന്ന് പറയുമ്പോൾ അതിൻ്റെ മുതലാളി പറയുന്നു, തങ്കച്ച ഒന്ന് നിർത്തിക്കേ, അദ്ദേഹം ആ പയ്യൻ ആദ്യമായിട്ട് ജോലിക്ക് പോവുകയാണ്, നിങ്ങൾ സീൻ ഉണ്ടാക്കരുത് എന്ന് വകുപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് അത് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ അത് എന്ത് അർത്ഥമാണുള്ളത് എന്നാ അവർ ചോദിക്കുന്നു. യൂണിയനിൽ നിന്ന് ഒരാളായിരുന്നു നേരത്തെ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്, എന്നാൽ ഒരു മാസം കൊണ്ട് അയാൾ വന്നിട്ടില്ല. ആ ഒരു ഗ്യാപ്പിലാണ് വിഷ്ണുവിനെ കയറ്റിയിരിക്കുന്നത്. എന്നാൽ യൂണിയനിൽ നിന്ന് ഈ വണ്ടി ഓടിച്ച ആളായതുകൊണ്ട് തന്നെ അയാൾ വന്നിട്ട് ഈ വണ്ടി ഓടിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. ഇത്രയും നാളെ വിളിച്ച് ചോദിച്ചിട്ടും അയാൾ ഒന്നും പറഞ്ഞിട്ടില്ല മറുപടിയായിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് വണ്ടി ഓടിക്കേണ്ടേ എന്നാണ് ഇദ്ദേഹം ആ കൂലിക്കാരോട് ചോദിക്കുന്നത്. ഇതൊക്കെ വണ്ടിയിലിരുന്ന് വിഷ്ണു കേൾക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.